എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, നാം അവരെ ആദരിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ ആ സ്നേഹം തിരിച്ചു കിട്ടുവോ? ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരല്ലേ? എന്നെക്കാലം അറിവ് നിങ്ങൾക്കുണ്ടല്ലോ, ആ ഉപ്പയുമായി വല്ലാത്ത ഒരു ബന്ധം നിങ്ങൾക്കുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം അവരെ സ്നേഹിച്ചാൽ അവര് നമ്മളെ തിരിച്ചു സ്നേഹിക്കും. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം, അവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കുക മക്കാമിലേക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോ ആ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അവരിങ്ങനെ കയറുന്നു, സിയാറത്തുകൾ ചെയ്യുന്നു. വേണമെങ്കിൽ അതിന്റെ സൈഡിലെ പടിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഫോൺ വിളിക്കും, അവിടെ ഇരുന്നു കൊണ്ട് തമാശ പറയും, അവിടെ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം പറയും. നമുക്കൊരു ഭയം തോന്നുന്നില്ല, നമുക്കൊരു പേടി തോന്നുന്നില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ ചാരത്ത് പോകുമ്പോൾ സ്ഥിരമായി പോയി നമുക്കങ്ങ് അതിനോടുള്ള ഒരു ഭയം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാ സഹോദര നമ്മൾ ചിന്തിക്കാത്തത്? എന്താ? ആ കിടക്കുന്നത് സാധാരണ ഒരാളല്ലല്ലോ. ആ മക്കാമിന്റെ അകത്ത് കിടന്നുറങ്ങുന്നതും ഒരു സാധാരണ ആളല്ലല്ലോ. എന്തിനാ ഒരു സാധാരണ ഖബറിന്റെ ചാരത്ത് പോകുമ്പോ പോലും നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കേണ്ടവരാ? എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ എത്രയോ ഖബറുകൾ കാണുന്നു. ഏറ്റവും കുറഞ്ഞതൊരു ഖബറാണെന്നുള്ള ബോധം പോലും നമുക്കില്ലാതെ പോവുകയാണ്. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഖബറിന്റെ ചാരത്ത് പോകുമ്പോ പോലും നമ്മൾ എത്രത്തോളം ഭയപ്പെടണം, എത്രത്തോളം നമ്മൾ പേടിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴാം? നരകം കേൾക്കുമ്പോഴല്ല, മരണം കേൾക്കുമ്പോഴല്ല, മസ്റയെ കുറിച്ച് പറയുമ്പോഴല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബറിനെ കുറിച്ച് പറയുമ്പോഴാ. ഖബർ കാണുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഖാബകളുടെ പരിസരങ്ങളിൽ പോയിരുന്ന് തമാശ പറയുന്നവർ, അവിടെ പോയി നിന്നുകൊണ്ട് വെറുതെ സമയം പാഴാക്കി കളയുന്നവര്, അവിടെ നിന്ന് മൊബൈലിൽ കളിക്കുകയാണ്, രാഷ്ട്രീയം പറയുകയാണ്, കുടുംബകാര്യം പറയുകയാണ്. അതൊരു ഖബറാണെന്നുള്ള ബോധം നിനക്കില്ലാതെ പോകുന്നല്ലോ. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, വാപ്പാ നീ ഭയക്കണേ, വാപ്പാ നീ പേടിക്കണേ ചെറുപ്പക്കാരാ. അവിടെന്ന് പറയുകയാണ്, ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖബർ കണ്ടാ കരയുന്നതാരാ? ഖബറിനെ കുറിച്ച് പറഞ്ഞാ പേടിക്കുന്നതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുഴിക്കുന്നവൻ പോലും മുണ്ട് മടക്കി കുത്തി വീടിയും വലിച്ച് തമാശ പറഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നത്. ഖബർ കുഴിക്കുന്നവന് കരയാറില്ല, മണ്ണ് വെട്ടിക്കോരുന്നവന് കരയാറില്ല, മയ്യത്തിറക്കി വെക്കുന്നവന് കരയാറില്ല, പലക നിരത്തുന്നവന് കരയാറില്ല, മണ്ണ് വെട്ടിയിടുന്നവന് കരയാറില്ല, ചെടി നടുന്നവന് കരയാറില്ല, വെള്ളമൊഴിക്കുന്നവന് കരയാറില്ല, ആ ഖബർ സിയാറത്തിന് പോകുന്നവനും കരയാറില്ല. എന്തുകൊണ്ടാണ് കരച്ചിൽ വരാത്തത്? ഖബർ കുഴിക്കുന്ന സഹോദരാ, നിനക്ക് പേടി വരാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? നിനക്കറിയാഞ്ഞിട്ടാ, ഖബറിനെ കുറിച്ച് നിനക്ക് വിവരമില്ലാഞ്ഞിട്ടാ. ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്കീ
വയദ്രിബു അലാ സ്വദിരി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഖബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് അങ്ങാണം നീ അറിഞ്ഞിരുന്നെങ്കിൽ, ആ ഖബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കുടിക്കാൻ വെള്ളമെടുത്തു, അത് കഴിക്കുന്നതിന് മുമ്പ്, അത് കുടിക്കുന്നതിന് മുമ്പ് വയദ്രിബു അലാ സ്വദിരി, നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു, നെഞ്ചത്തടിച്ച് വിളിച്ചു പോവുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് സാധാരണ ഒരു ഖബറിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരാ? അവർ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്, അവർ അല്ലാഹുവിന്റെ തൃപ്തി നേടിയവരാണ്, അവർ അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. അവരെ കുറിച്ച് പഠിക്കണേ, അവരെ കുറിച്ചറിയണേ. അവരാരാണെന്നറിഞ്ഞ പേടിക്കും ചെറുപ്പക്കാരാ. ആ മഖാമുകളുടെ മുമ്പിൽ പോകുമ്പോ നിന്റെ കൈകാലുകളെ വിറയ്ക്കുകയാ. ഒരു ഭയം വരുമടോ, ഒരു പേടി വരുമടോ, ഒരു ബഹുമാനം വരുമടോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. ഏതു മഖാമിന്റെ മുമ്പിൽ പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഒരു ആയത്ത് കാണാ. ആ ആയത്ത് ഏതെന്നറിയുമോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്. ഈ റൂസിന് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, നിനക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരെന്നറിയോ? അവരെ കുറിച്ച് ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പ് അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിൽ അല്ലാഹു ഔലിയാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. അവരുടെ യോഗ്യത പറയുകയാ, അവരുടെ ക്വാളിറ്റി പറയുകയാ. അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ യോഗ്യത എന്താ? അവരുടെ ക്വാളിറ്റി എന്താ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതങ്ങട്ട് നിനക്ക് തിരിഞ്ഞ, ഈ ഖുർആൻ പറയുന്ന കാര്യം നിനക്ക് തിരിഞ്ഞ, ഇതുവരെ പോയതുപോലെയല്ല. നാളെ മുതൽ അവിടെ പോകുമ്പോ നിനക്കൊരു മാറ്റമുണ്ടാകും, നിനക്കൊരു പേടിയുണ്ടാകും. ആ കിടക്കുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നുള്ള ബോധമുണ്ടാകും. അല്ലാഹു ആ ബോധം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. അപ്പൊ അല്ലാഹു പറയുകയാ, അവരാരാ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താ? അവര് നമ്മളെ പോലല്ലടോ, അവള് നമ്മളെ പോലൊന്നുമല്ല, നമ്മളെ പോലെ സാധാരണ ആൾക്കാരൊന്നുമല്ല അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. പഠിക്കണം പെങ്ങളെ. നിനക്ക് അവിടെ പോകുമ്പോ തലമറയ്ക്കാൻ പോലും മടിയാ. നീ ഏത് കോലത്തിലും ചുരിദാർ വിട്ടിട്ട് അവിടെ മാക്സി ഇട്ടുകൊണ്ട് വേണമെങ്കിലും പോകാൻ തയ്യാറാ. അറിയണില്ല നിനക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരെന്നറിയോ? അല്ലാഹു പറയുകയാ, അവരുടെ ഒന്നാമത്തെ യോഗ്യത ലാ ഖൗഫുൻ അലൈഹിം. അല്ലാഹു പറയുകയാ, അവരുടെ ഒന്നാമത്തെ യോഗ്യത, അവർക്ക് ഈ ലോകത്ത് അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും അല്ലാഹുവെ അവർക്ക് ഭയമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, ഒന്ന് ലാ ഖൗഫുൻ അലൈഹിം. ഈ പ്രപഞ്ചത്തിൽ ഈ മഖാമിന്റെ അകത്ത് കിടക്കുന്ന ഔലിയാഇന് ഈ ലോകത്ത് ഒരാളെയെ പേടിയുള്ളൂ. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് പേടിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കോ? ഔലിയാക്കന്മാർക്ക് അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയമില്ല. നമുക്ക് അല്ലാഹനെ ഒട്ടും പേടിയില്ല. ബാക്കി സർവ്വതിനെയും നമുക്ക് പേടിയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് അല്ലാഹനെ മാത്രം പേടി, വേറെ ആരെയും അവർക്ക് ഭയമില്ല. നമുക്കോ? നമുക്ക് അല്ലാഹനെ പേടിയില്ല. നമുക്ക് അല്ലാഹ് ആരാന്ന് പോലും അറിയത്തില്ല, പിന്നല്ലേ പേടി.
താടിയും തഴമ്പും തൊപ്പിയായിട്ട് ഇങ്ങനെ നടക്കാം. മുസ്ലിമ 40 കൊല്ലം സുജൂദ് ചെയ്തിട്ടുണ്ട്, ഞാൻ 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. മുസ്ലിമേ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഒരു അമുസ്ലിമായ സഹോദരൻ നിന്നോട് ചോദിക്കുന്നു, കൂടെ പണിക്ക് വരുന്നവനാ, നിന്നോട് ചോദിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ, എനിക്കൊന്ന് പറഞ്ഞതാ. തൊഴിലുറപ്പ് പണിക്കിന് പോകുമ്പോ രശ്മി ചേച്ചി ആമിനാത്താട് ചോദിക്കുക, കുറെ കാലായിട്ട് ഇങ്ങനെ നടക്കല്ലേ, ആമിനാത്താടത്ത് എല്ലാരും കൊതിയുന്നുണ്ടെങ്കിൽ പറയുമ്പോ രശ്മി ചേച്ചി ചോദിക്കുന്നു, ആമിന അല്ലാന്ന് പറഞ്ഞ ആരാ, എനിക്കൊന്ന് പറഞ്ഞതാ. ആമിനാത്തങ്ങിട്ട് തുടങ്ങും, കാക്ക നിന്റെ അടുത്ത് ചോദിക്ക, അല്ലാന്ന് പറഞ്ഞ ആരാ, നിനക്ക് എന്നാ അറിയാം കാക്ക, 40-50 കൊല്ലം മുസ്ലിമാണെന്ന് പറഞ്ഞ നീ അങ്ങോട്ട് തുടങ്ങും, അല്ലാന്ന് പറഞ്ഞ ഈ ലോകം പടച്ചതല്ല, എന്നെ പടച്ചതല്ല, തിന്നാൻ തരുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല, സർവ്വതും തീരുമാനിക്കുന്നവനല്ല. സ്റ്റോക്ക് കഴിഞ്ഞു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനപ്പുറത്ത് എന്തുണ്ട് കാക്ക നിനക്ക്? ഞാൻ ചോദിക്കുന്നത്, എന്റെ വഴുത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തേടാ ഞങ്ങളെ കുറ്റം പറയണത്. ഞാൻ നിങ്ങളാരെയും പറയല്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, നിങ്ങളെ ഒറ്റ വർണ്ണത്തിന് നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. എടാ, കരുണയില്ലാത്ത മനുഷ്യന്മാർ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, 40 പേര് കൂടുതലുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു നല്ല ആമിയും പറയടോ, ഞാൻ രക്ഷപ്പെട്ടെ. അല്ലാതെ പത്തനാപുരത്തുനിന്ന് ഞാൻ വരണോ നിങ്ങളെ നന്നാക്കാൻ? ഞാൻ വരണോ നിങ്ങളെ നന്നാക്കാൻ? ഈ ഉസ്താദ്മാര് പോരെ. ഞാൻ തലകുത്തി കടന്ന ഈ ഇരിക്കണ ഉസ്താദിനെ പോലെ ഒരു പള്ളിയിലൊക്കെ ഇരിക്കണമെങ്കിൽ സാധാരണ ഇരിക്കാൻ പറ്റുമോപ്പ? ഒരു പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച തന്നെ ഇരുന്നാ വലിയ പുണ്യം. എടാ, ഒരാഴ്ച ഒരു പള്ളിയിൽ ഖതീബായിരിക്കണമെങ്കിൽ പടച്ചവനെ എന്താണെന്നറിയാം, 40 കൊല്ലം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ സ്വർഗം കൊടുക്കണം പടച്ചവനെ. അത്രയ്ക്ക് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാടോ ഒരു പള്ളിയിലൊക്കെ ഇരിക്കാന്ന് വെച്ചാ പടച്ചവനെ. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പൊ പിന്നെ ടെസ്റ്റാ. ഉസ്താദ് വരണം, പ്രസംഗം കൊള്ളാൻ നോക്കണം, ഖുർആൻ പാരായണം കൊള്ളാൻ നോക്കണം, എന്തൊക്കെ നോക്കണം. ഉസ്താദിനോട് പറയും വെള്ളിയാഴ്ച വരാൻ ടെസ്റ്റിന്. പടച്ചവൻ എന്നിട്ട് ഉസ്താദിന്റെ ഒന്ന് ഇമാമത്തേക്ക് ഉസ്താദ് ആരാ? ഫാത്തിഹ നേരെ ഓതാൻ അറിയാത്തവനാ പുറകിൽ നിന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അത് പോട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഏതാ ഞാൻ ചോദിക്കട്ടെ, ഉസ്താദിന് ടെസ്റ്റിങ് എന്നും അങ്ങനെ കാലം, എല്ലാം ടെസ്റ്റിങ്ങിന്റെ കാലമാ. ഉസ്താദ് വഴുത് ഇംഗ്ലീഷ് പറയുന്നുണ്ടോ, വിദ്യാഭ്യാസം എത്ര ഉണ്ട്? ഉസ്താദ് ഒന്ന് ഇമാമത്ത് നിൽക്ക് എന്നിട്ട് പറയും പുറകെ നിൽക്കാ പോരാ. ഈ കാക്കാനെ വിളിച്ചിട്ട് കാക്ക നീ ഒന്ന് ഫാത്തിഹ ഓതിക്കേക്ക. ഒരായത്തിന്റെ അർത്ഥം പ്രൊഫസറുണ്ട്. അല്ലാഹു അലം. എനിക്ക് ഇവിടുത്തെ പ്രസിഡന്റിനെ അറിയത്തില്ല, സെക്രട്ടറി അറിയത്തില്ല, എന്നെ വിളിച്ചതാരാന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോഴേ ഈ ചങ്ങാതിയാന്ന് മനസ്സിലായി. എന്റെ ചങ്ങായി പോയാ ഒരാള് അല്ല, എനിക്ക് വേറെ ആരെയും അറിയത്തില്ല. അള്ളാഹു നോക്കിയും തരുമാറാകട്ടെ. എന്നെ സാധാരണ ഒരു പള്ളിയിൽ ഒരിക്കലേ വിളിക്കത്തുള്ളൂ, പിന്നെ വിളിക്കാറില്ല. പിന്നെ ഒരു കമ്മിറ്റിക്കാര് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്ക് അള്ളാഹിനെ കുറിച്ചൊന്നും അറിയില്ലടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കും അറിയത്തില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഈ തുണി എന്റെ ചുമലിൽ കിടക്കണ ഈ ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളല്ല, കഴുകുന്നവന്റെ കയ്യാ. ആദ്യം കയ്യാ വെളുക്കേണ്ടത്. അള്ളാഹു എന്റെ ഹൃദയം അള്ളാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ. എനിക്ക് നിങ്ങളെ ഒന്നും നന്നാക്കാൻ സമയമില്ല. എനിക്ക് പേടിയാടോ, സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത പേടിയാ. വഴുത് പറച്ചിലൊക്കെ നിർത്തണമെന്ന് ഇങ്ങനെ തോന്നുന്നു. കാരണം ചില ഉസ്താദന്മാരുടെ വഴുത് കേട്ടാ ഏതു കുടിയിന് നന്നാവും. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് കിടക്കണവും പോലും ചില ഉസ്താദന്മാരുടെ വഴുത് കേട്ടാൻ നന്നാകും. ഒരു ചരിത്രം പറയുന്നത്, നാളെ അള്ളാഹുവിന്റെ പരലോകത്തൊരു കുടിയനെ കൊണ്ടുവരും. ആ കുടിയനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണയൊക്കെ നടത്തിയിട്ട് ആ ചങ്ങാതിയോട് പറയും, നീ പൊക്കോളാം, നിനക്കെല്ലാം പുറത്തു വന്നിരിക്കുന്നു, സ്വർഗത്തിൽ പൊക്കോളാൻ. ആ കള്ളുകുടിയനായ മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവാ. ആ കള്ളുകുടിയനായ മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഇവൻ വഴുത് പറയണത് കേട്ട് നന്നായി എന്ന് പറഞ്ഞ ആ ഉസ്താദിനെ നരകത്തിലോട്ട് കൊണ്ടുപോവാ. ഇവനൊരു ഉസ്താദിന്റെ വഴുത് കേട്ടിട്ടല്ലേ നന്നായ കള്ളുകുടിയൊക്കെ നിർത്തിയേ? ആ ഉസ്താദിനെ മലക്കുകൾ പെടലിക്ക് കൊടുത്തോണ്ട് നരകത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ചങ്ങാതി ചോദിച്ചു, നിക്കടോ ഉസ്താദേ, നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ കള്ളുകുടി നിർത്തിയത്, ഞാൻ നന്നായത്, എനിക്ക് സ്വർഗവും ഉസ്താദ് നിങ്ങൾക്ക് നരകം, ഇതെന്താ അപ്പൊ ഇങ്ങനെ? ഉസ്താദ് നിങ്ങൾക്ക് നരകോ? അപ്പൊ ഉസ്താദ് പറയുന്നൊരു മറുപടി ഉണ്ട്, എടാ ചങ്ങാതി, എനിക്ക് വഴുത് പറയണ സ്വഭാവം മാത്രമേ ഉള്ളൂ, പറയുന്നത് ഞാൻ ചെയ്യാറില്ലായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൈക്കിട്ടുമ്പോ ഞാൻ ഇങ്ങനെ നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഖുർആൻ ഓതണം. പെങ്ങളെ,
തലമറക്കണം, സക്കാത്ത് കൊടുക്കണം, TV കാണരുത്, സിനിമ കാണരുത്. പറച്ചില് മാത്രമേ ഉള്ളൂ. ആമിനത്തെ എന്റെ മൊബൈല് നിറയെ സിനിമയാണെങ്കിൽ പിന്നെ എന്ത് വഴുത്? ഞാൻ ഈ വാഴും പറഞ്ഞിട്ട് പോയി സുബഹി നിസ്കരിക്കാതെ കടന്നു ഉറങ്ങിയ എന്നാ വാഴല്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതാ പേടി. കാരണം അള്ളാഹു നോക്കുന്നത് വഴുത് കഴിയുമ്പോ ഈ വന്നിരിക്കണ എല്ലാരും പറയണം സൂപ്പർ വഴുത്, സൂപ്പർ വഴുതെന്ന് പറയണം. ആ ചിന്തയാണെങ്കിൽ ഈ കൊര കൊണ്ട് ഒരു കാര്യമില്ലടങ്ങായി. ഈ വഴുത് പറയുന്നുണ്ട്, എന്ത് സിറാജിന്റെ വഴുത് കൊള്ളാന്ന് നിങ്ങൾ പറയണം. നല്ല ശബ്ദം, നല്ല വഴുത്, ഇടിത്തീ പോലെ. ഇത് പറയണമെന്നുള്ള ഒരു നിയത്തായി എനിക്കെങ്കിൽ അള്ളാടെ മുമ്പിൽ ഒരു ശതമാനം പോലും എന്റെ റബ്ബ് ഈ 2 മണിക്കൂർ കുരച്ചതിനൊന്നും തരൂല. അതാണ് ഇഖ്ലാസ് വേണമെന്ന് പറയുന്നത്. പണ്ടൊരു പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ബോറടിക്കണ്ട വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ഉസ്താദ് അള്ളാഹയെ കുറിച്ച് പ്രസംഗിക്കുക. ഉസ്താദ് പറഞ്ഞ് ഏത് പ്രതിസന്ധിയിലും അള്ളാഹിനെ വിളിച്ച റബ്ബു സഹായിക്കും. ഇനി തല പോകുന്ന വിഷയമാണെങ്കിലും അള്ളാന്റെ മുമ്പിൽ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ പടച്ചവൻ സഹായിക്കും. ഉസ്താദിന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഈ ജുമാ കേട്ടാമെന്ന ഒരുത്തൻ മോട്ടിക്കാൻ പോയി. അയാൾ മോഷണം നടത്തിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടി ഓനെ പിടിക്കാൻ നോക്കി. ഓൻ ഓടി, കള്ളന്റെ പുറകെ നാട്ടുകാരൊക്കെ ഓടി. ഓൻ ഓടി ഫണ്ട് ചെല്ലുമ്പോൾ ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. മുമ്പിൽ പുഴ, പുറകിൽ ആൾക്കാർ തെല്ലാൻ വരിക. അപ്പോഴാണ് ഈ ചങ്ങാതി ചിന്തിക്കുന്നത്, വെള്ളിയാഴ്ച ഉസ്താദ് ജുമായ്ക്ക് പറഞ്ഞത് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കുമെന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ചങ്ങാതി രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാ ഇത്രയും കാലം ഞാൻ ചെയ്തത് തെറ്റാ പടച്ചവനെ, ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ ഇനി മരിക്കണ കാലം വരെ ഞാൻ ചെയ്യൂല. ഇയാള് പടച്ചവനോട് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ കാല് വെക്കാൻ പോ വെള്ളത്തിലേക്ക്. ഈ മനുഷ്യൻ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് കാല് വെച്ചിട്ടോ റോഡിൽ കൂടെ നടന്നു പോണ ഈ ചങ്ങാതി വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നങ്ങ് പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് രക്ഷപ്പെട്ടു പോയി. ഇയാള് പിറ്റേ ദിവസം ഉസ്താദിന്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, ഖത്തീബ് ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് സത്യവാ, അള്ളാഹിനോട് ചോദിച്ചാ റബ്ബു സഹായിക്കും. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഉസ്താദ് എല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം രാത്രിയായപ്പോ ഉസ്താദും പുഴയുടെ അടുത്ത് പോയി. ഉസ്താദ് പുഴയെടുത്ത് പോയിട്ട്, പടച്ചവനെ അല്ലാ, ഇന്നലെ ഞാൻ പറഞ്ഞു പടച്ചവനെ, അത് കേട്ട് നീ ആ മനുഷ്യനെ സഹായിച്ചു, അല്ലാ എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് കാലെടുത്ത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ടോ? ഇവിടെ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളയാരാണെന്ന് പഠിക്കണം. ഈ മഖാമിന്റെ അകത്ത് കിടക്കുന്നവർക്കറിയാം അള്ളയാരാ. അള്ള അവരുടെ റബ്ബാണെന്നവർക്കറിയാ. അവരല്ലാഹുവിന്റെ അടിമകളാണെന്നവർക്കറിയാ. ഈ ലോകത്ത് ഭയപ്പെടേണ്ടത് അള്ളാനെ മാത്രമാണെന്നവർക്കറിയാ. അവരല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. അവരല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറായി. അവരുടെ നാവും ഹൃദയവും ഒന്നായടോ. നമ്മുടെ നാവ് മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ. പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല കേറുന്നില്ല. അല്ല കേറിയാ പേടി മാറുമടോ. അല്ലാഹു കേറിയാ ഭയം മാറുമടോ. നിന്റെ നിലപാടും നിന്റെ സർവകാര്യങ്ങൾക്കും മാറ്റം വരികയാണ്. പടച്ചവനെ അള്ളയാരാണെന്ന് മനസ്സിലാക്കിയാൽ പക്ഷേ നമ്മൾ തഴമ്പുള്ളവനും താടിയുള്ളവനും എല്ലാം തികഞ്ഞവനെ പോലെയാണ്. ഖതീബിനോട് പറയുന്ന ഉസ്താദ്, സ്വർഗത്തിലേക്കുള്ള പാസ് എന്റെ പോക്കറ്റിലിരിക്കുകയാ. പലരും അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വെറുതെ വഅദുകൾ കേട്ടിട്ട് കാര്യമില്ല. ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള്. നേരം വെളുത്താ വൈകുന്നേരം വരെ വഅദാണ്. വഅദുകളില്ലാത്ത മൊബൈലുകളില്ല. എല്ലാവരും പ്രഭാഷണമാണോ ഇഷ്ടപ്പെടുന്ന ഉസ്താദിന്റെ വഅദ് കേൾക്കുന്ന പെങ്ങള് കേട്ടിട്ടെന്ത് കാര്യമാ മോള്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണേ. വിശ്വാസത്തിന്റെ വിഷയത്തില് നിങ്ങൾ ഈ പെണ്ണിനെ പോലെ ആകണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുകയാ. ആ പെണ്ണാ
ആരാണെന്നറിയുമോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല. പെങ്ങളെ, നിന്നെ പോലെ ഒരു സാധാരണ പെണ്ണ്, നിന്നെ പോലെ ഒരു സാധാരണ പിതാവിന്റെ മകളായ ഒരു പെണ്ണിനെ കാണിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമേ, നിങ്ങൾ വിശ്വാസത്തിന്റെ വിഷയത്തില് ഈ പെണ്ണിനെ നിങ്ങൾ കണ്ടുപിടിക്കടേ. ഏത് പെണ്ണാണെന്നറിയോ? ഏത് പെണ്ണാണെന്നറിയോ? ജീവിതത്തിൽ ഒരേ ഒരു വഅദേ കേട്ടിട്ടുള്ള ഉമ്മ, ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണം കേട്ട പെണ്ണാട്. ആ പ്രഭാഷണം ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് തറയ്ക്കുകയാണ്. ആ പ്രഭാഷണം മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാക്കുകയാണ്. ആ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ അവർക്ക് ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ല ആരാണെന്ന് കേറുകയാണ്. ആരാണ് ആ പെണ്ണെന്നറിയോ? ആരുടെ വഅദാണ് കേട്ടതെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെന്ന് പറയുന്നു, മൂസാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട് നീ വഅദ് പറയണേ മൂസാ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എവിടെ പോയിട്ട്? ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട്. മൂസാ നബിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാടോ? അവിടെന്ന് പടച്ചവനെ ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിനെയും ചോദിക്കുകയാണ്. അങ്ങനെ ജ്യേഷ്ഠനും അനുജനും കൂടെ പോവുകയാണ്. രണ്ട് സഹോദരങ്ങളും കൂടെ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ, മൂസാ നബി തന്റെ കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുക്കുകയാ. പ്രകാശിക്കുന്ന വിരൽ കാണിച്ചു കൊടുത്തു. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഫിർഔനിനോട്, നീ അല്ലാഹുവിന്റെ അടിമയാണ്. പടച്ചറപ്പേ, നമ്മുടെ റബ്ബാണ് അല്ലാഹ്. ആ റബ്ബിന്റെ പ്രവാചകനാണ് ഞാൻ. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറയുമ്പോ ഫിർഔന് കളിയാക്കുകയാ, ഫിർഔന് പരിഹസിക്കുകയാ. അവൻ നന്നായില്ലടോ. ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അവന് വിശ്വസിക്കുന്നില്ലടോ. ഇന്നും അങ്ങനെയുള്ളവരുണ്ടടോ. അവർക്കെന്തെല്ലാം കാണിച്ചു കൊടുത്താലും, അവർക്കെന്തെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവര് മനസ്സിലാക്കില്ലടോ, അവര് തയ്യാറാകില്ലടോ. പടച്ചവനെ, ഫിർഔൻ അവിടെ നിന്ന് നന്നായില്ല. ആ വഅദ് കേട്ടിട്ട് ഫിർഔനൊരു മാറ്റവും ഉണ്ടായില്ല. അവന് പരിഹസിക്കുകയാണ്, അവൻ അവിടെ നിന്ന് കളിയാക്കുകയാണ്, അവൻ അവിടെ നിന്ന് വെച്ചുവെക്കുന്ന മൂസാ, നീ നിന്റെ ആളുമായി വാ, ഞാൻ എന്റെ ആൾക്കാരുമായി വരാ, നമുക്ക് മത്സരിക്കാം മൂസാ. അവന് മൂസാ നബിയെ കളിയാക്കുകയാണ്. പക്ഷേ ആ വഅദ് ചില പെണ്ണുങ്ങൾ കേട്ടു. മൂസാ നബിയുടെ പ്രഭാഷണം ഒരു പെണ്ണ് കേൾക്കുകയാണ്. അവിടെ നിന്ന് രണ്ട് പെണ്ണുങ്ങളാണ് ആ വഅദ് കേട്ടത്. ആ രണ്ട് പെണ്ണുങ്ങൾ ആരാണെന്നറിയോ? ഒന്ന് പടച്ചവനെ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹദിയായ മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹാ. അറിയുമോ മാസിത്തയാരാണെന്ന്? സീരിയൽ നടിമാരുടെ പേര് സർവ്വതും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പെങ്ങള്. നിനക്കറിയുമോ മാഷിത്തയാരാണെന്ന്? മാഷിത്തയുടെ ചരിത്രം പഠിക്കണം പെങ്ങള്. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ, മാഷിത്ത മൂസാ നബിയുടെ പ്രഭാഷണം കേൾക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി പറഞ്ഞു, മാഷിത്താ, ആരോടും പറയല്ലേ മാഷിത്താ, ഫിർഔനിന്റെ കൊട്ടാരമാണ് മാഷിത്താ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ആരോടും പറയാതെ നടക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ദഅവത്ത് ചെയ്ത് മുസ്ലിമാക്കി, തന്റെ മകളെ മുസ്ലിമാക്കി. പടച്ചവനെ, അവരാരും അറിയാതെ മുസ്ലിമായി ജീവിക്കുകയാ. അപ്പോഴാണ് ഒരു ദിവസം ഫിർഔനിന്റെ മകളുണ്ടല്ലോ, അതാ മുടി ചീകുന്നതിന് വേണ്ടി ചീപ്പെടുക്കുമ്പോ ചീപ്പ് താഴെ വീഴുകയാണ്. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹ്
പടച്ച റബ്ബിന്റെ പേരെവിടെന്ന് പറയുകയാണ്. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത്ത അല്ലാ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാ എന്ന് പറഞ്ഞാൽ ആരാ? മാസിത്ത ബീവി പറഞ്ഞു, മോളെ എന്നെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാ. നമ്മുടെ റബ്ബിന്റെ പേരാണ് അല്ലാ. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത്ത എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? എന്റെ വാപ്പയല്ലേ റബ്ബ്, എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിന്റെ വാപ്പ റബ്ബല്ല, നിന്റെ വാപ്പ അടിമയാ, നിന്റെ വാപ്പ അടിമയാ. നിന്റെ വാപ്പാനെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാ. ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാ. ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ആ റബ്ബിനെ കുറിച്ചാണ് മൂസാ നബി ഇവിടെ വന്നിട്ട് വഅദ് പറഞ്ഞത്. ഫിർഔനിന്റെ മകള് ഓടുകയാണ്. പടച്ചവനെ, രാജസിംഹാസനത്തിരിക്കുന്ന പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ നിങ്ങൾ അടിമയാണോ വാപ്പാ? നിങ്ങളല്ലാതെ ഒരു റബ്ബുണ്ടോ വാപ്പാ? ആ റബ്ബിന്റെ പേര് അല്ലാഹയാണോ വാപ്പാ? ഫിർഔനിന് നാണക്കേടായടോ. ഫിർഔൻ ചോദിക്കുന്നു, നിന്നോട് ഇതാരാണ് പറഞ്ഞു തന്നത്? മാസിത്തയാണ് പറഞ്ഞിരിക്കുന്നത്, മാസിത്തയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഫിർഔനിനെ സഹിക്കാൻ കഴിയുന്നില്ലടോ. മാസിത്തയെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മാസിത്ത പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് തിരിച്ചു വരണം മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു പേടിയുമില്ലാതെ പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, എല്ലാവരും ഒരു തീരുമാനമെടുക്കുകയാണ്. ഇവരുടെ അഹങ്കാരം കണ്ടോ, ഇവരുടെ ധിക്കാരം കണ്ടോ, അതുകൊണ്ട് ഇനി ഒരാളും മതം മാറരുത്. എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ക്രൂരമായ ശിക്ഷ വേണം ഈ പെണ്ണിന് കൊടുക്കേണ്ടത്. പടച്ചവനെ, എന്ത് ചെയ്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. പടച്ചവനെ, മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ചോര കുഞ്ഞുമായി അതാ മാസിത്ത ബീബിയെ പിടിച്ചു കൊണ്ടുവരികയാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാ. മാസിത്ത, മതം മാറുമോ മാസിത്ത? ഞാനാണ് റബ്ബെന്ന് പറ മാസിത്ത. കൊന്നാലും ഞാൻ മതം മാറൂല, കൊന്നാലും നീ റബ്ബാണെന്ന് ഞാൻ പറയൂല. അവസാനം മാസിത്ത ബീവിയുടെ ഭർത്താവിനെ കൊണ്ടുവരികയാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് തലകീഴായി കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, പറമാസിത്ത, നിന്റെ ഭർത്താവിനെ കൊന്നുകളയണോ മാസിത്ത? നീ അല്ലാഹുവേ പുതിയ മതത്തിൽ നിന്ന് പിന്തിരിയുമോ? മാസിത്ത പതറുന്നില്ല, മാസിത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, സ്വർഗത്തിൽ വെച്ച് കാണാ, ഷഹീദിന്റെ കൂലിയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് കരിഞ്ഞു പെങ്ങളെ. മാസിത്ത പതറിയില്ല. അതാ തന്റെ മൂത്ത മകളെ കൊണ്ടുവരികയാണ്. ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? മാസിത്തയ്ക്ക് മാറ്റമില്ല. ആ കുഞ്ഞിനെയും കൊന്നു കളയുകയാണ്. രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. ഇതുപോലെ കൊന്നു കളയുകയാണ്. പടച്ചവനെ, അവസാനം മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് ചെന്നിട്ട് ശത്രുക്കൾ തന്റെ പൊന്നാര മകനെ പിടിക്കുകയാണ്. പടച്ചവനെ, ചോരയുടെ മണം മാറാത്ത, പാലുകുടി മാറാത്ത പടച്ചവനെ, ആ പൊന്നാര മകനുണ്ടല്ലോ, മാസിത്ത നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. കാരണം പടച്ചവനെ കണ്ടു കൊതി തീർന്നില്ല. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നാര മകന് എങ്ങനെ കൊടുക്കാനാണ്? മാസിത്ത കൊടുക്കുന്നില്ല. പടച്ചവനെ, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഭർത്താവിനെയും 2 മക്കളെയും ഇവള് വെറുതെ കൊന്നുകളഞ്ഞല്ലോ.
പോയല്ലോ, ഇവള് പരാജയപ്പെട്ടു പോയല്ലോ, ഇവള് തോറ്റുപോയല്ലോ. എല്ലാവരും പടച്ചവനെ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞവിടന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുകയാണ്. ഉമ്മ തലതാട്ടി പിടിച്ച് നിൽക്കുകയാണ്. പടച്ചവനെ പാല് കുടിക്കുന്ന കുഞ്ഞൊരിക്കലും സംസാരിക്കാറില്ലടോ. എന്നാ മാഷിത്ത ബീബിയുടെ കയ്യിലിരിക്കുന്ന പാല് കുടിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, അവിടെന്ന് വിളിക്കുന്നു യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. ആ പൊന്നുമകൻ ചോദിക്കുന്നു ഉമ്മ, ഏ ഉമ്മ, എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ കരയുന്നത്? നമ്മൾ സ്വർഗത്തിലല്ലേ ഉമ്മ, സന്തോഷമായിട്ടെന്നെ യാത്രയാക്കുമ്മ. ആ പാല് കുടിക്കുന്ന കുഞ്ഞുമകനെ ചുംബനം കൊടുത്ത് ശത്രുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കൊന്നുകളഞ്ഞു പെങ്ങള്. ആ കുഞ്ഞിനെയും കൊന്നു. അവസാനം മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊല്ലുകയാണ്. ഒരു കുടുംബത്തെ മുഴുവനും കൊന്നിട്ട് ഫിറഔന കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോ സാക്ഷാൽ ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔന ചോദിക്കുന്നു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? സന്തോഷമായോ ആസിയ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി എന്തെന്നറിയോ? ആ പെണ്ണ് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നിങ്ങൾ അടിമയല്ലേ, നിങ്ങൾ അടിമയല്ലേ? നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരല്ലേ അല്ലാഹ്. ആ റബ്ബിനെ കുറിച്ചല്ലേ മൂസാ നബി പറഞ്ഞത്? റബ്ബി മൂസാ വഹാറൂ, ഞാനും അവരുടെ കൂടെയാണ്, ഞാനും അവിടെ നിന്ന് മുസ്ലിമായിരിക്കുകയാണ്. പടച്ച റബ്ബേ, സർവ്വതും എന്റെ കൈ കീഴിലാണെന്ന് പറഞ്ഞ് ജീവിച്ച ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്റെ കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, പേടി പോയടോ, ഭയം പോയടോ. ഹൃദയത്തിന്റെ അകത്ത് അള്ളയങ്ങ് കേറിയപ്പോ, ഈമാനങ്ങ് കേറിയപ്പോ അവരുടെ ഭയം പോവുകയാ, അവരുടെ പേടി പോവുകയാ. ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, നീ അടിമയാ. അതാ പടച്ചവരെ, ഞങ്ങളുടെ റബ്ബി മൂസാ വഹാറൂ, മൂസയും ഹാറൂനും പറഞ്ഞ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാണ്. പടച്ച റബ്ബേ പറഞ്ഞത് ഫിർഔനിന്റെ ഭാര്യയാണ്. അതിനെക്കാളും വലിയ നാണക്കേടില്ലടോ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിടുകയാണ്. എത്ര പട്ടിണിക്കിട്ടിട്ടും ആസിയയുടെ തീരുമാനത്തിൽ മാറ്റമില്ല പെങ്ങള്. അവസാനം പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കൊണ്ടുപോയി പട്ടാളക്കാര് കെട്ടിയിടുകയാണ്, പീഡിപ്പിക്കുകയാണ്. പടച്ചവനെ, എന്ത് സുന്ദരിയായിരുന്നു ആസിയ എന്നറിയുമോ? ആസിയ ബീബി കുളിക്കാൻ പോകുമ്പോ ആസിയ ബീബിയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഫിറഔന് വിവാഹം കഴിച്ചത്. ആ ആസിയ ബീബി എല്ലും തോലുമായി, കണ്ണു കുഴിഞ്ഞു പെങ്ങള്, തൊലിയെല്ലാം കറുത്തുപോയി പെങ്ങള്. അവസാനം ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അവിടത്തെ ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തി ഇറക്കിയിട്ട് കൊല്ലുമ്പോ ആസിയ അല്ലാഹുവോട് ചോദിച്ചതെന്തെന്നറിയുമോ? റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ, ഫിറഔനിന്റെ കൊട്ടാരമാണ് ഞാൻ വലിച്ചെറിയുന്നത്, ഇത് സ്വർഗമാ പടച്ചവര്. എല്ലാം ഈ കൊട്ടാരത്തിലുണ്ട് തമ്പുരാന്, സർവ്വതും ഞാൻ വലിച്ചെറിയുകയാണ്. ആസിയായിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന.
എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം മതി പടച്ചവനെ. പെങ്ങളെ, സീരിയലിന്റെ കഥയല്ല പറഞ്ഞത്, സിനിമയുടെ കഥയല്ല പറഞ്ഞത്. ആ പെണ്ണിനെ കാണിച്ചിട്ടാണ് ഖിയാമത്ത് നാൾ വരെയുള്ള പെണ്ണിനോട് അല്ലാഹു പറയുകയാ, നിങ്ങൾ കണ്ടുപഠിക്കണേ, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കണേ, നിങ്ങൾ ആസിയാനെ പോലെയാകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബ് കേറിയാൽ നമ്മുടെ ഈമാൻ ഉറയ്ക്കുകയാണ്, നമ്മുടെ പേടി പോവുകയാണ്, നമ്മുടെ ഭയം നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിനെ അല്ലാതെ നമുക്ക് വേറെ ആരെയും പേടിയില്ലാതാവുകയാണ്.